ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ ഈ 2025 കുറച്ചേറെ പരീക്ഷകളെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് യൂണിഫോം പോസ്റ്റ് പരീക്ഷകൾ. ഇനി ഈ പരീക്ഷകളുടെ സിലബസൊക്കെ എല്ലാവരും എടുത്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കല, സംസ്കാരം, സാഹിത്യം, കായികം. ഇതിൽ തന്നെ സാഹിത്യ വിഭാഗം പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ അവഗണിക്കുകയാണ് പതിവ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിൻ്റെ സിലബസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 8 മാർക്കിനാണ് കല, സംസ്കാരം, സാഹിത്യം വിഭജിച്ചിരിക്കുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 3 മാർക്ക് സെപ്പറേറ്റ് ആണ് കായികം വിഭജിച്ചിരിക്കുന്നത്. ഇനി ഈ കല, സംസ്കാരം, സാഹിത്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മെയിൻസിലേക്ക് വരുമ്പോഴോ 10 മാർക്കായിട്ട് ഉയർത്തിയിട്ടുമുണ്ട്. നമ്മുടെ യൂണിഫോം പോസ്റ്റിലാണെങ്കിലും അതുപോലെ തന്നെയാണ്. 5 മാർക്ക് എന്നുള്ളത് 10 മാർക്കൊക്കെ ആയിട്ട് പലപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ വരും. അതായത് അവാർഡുകളിലേക്ക്, കറണ്ട് അഫെയറിലേക്ക് കയറി വരും. അല്ലാതെ തന്നെ നേരിട്ട് അവാർഡിലെ ചോദ്യങ്ങളുണ്ടാവും. ഇതൊക്കെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി ഈ സാഹിത്യം എങ്ങനെ പഠിക്കണമെന്നുള്ളത് മക്കൾക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് സാഹിത്യം പഠിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഒരു LP, UP, അതുപോലെ HSA, HSST, നെറ്റ്, സെറ്റ് പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന സാഹിത്യം പോലെ വളരെ വിശാലമായൊരു പഠന ശൈലിയൊന്നും വേണ്ട. ഈ സാഹിത്യത്തിന് നമുക്ക് തന്നെ കേരള PSC കുറച്ച് സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. പക്ഷേ അതും ഒരുപാട് ആഴത്തിലിറങ്ങിപ്പോയി ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആക്കണ്ട. ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് സാഹിത്യത്തിൽ, അതുമാത്രം ഒന്ന് സെറ്റാക്കിയിട്ട് പോയാൽ ഈ PSC പറയുന്ന മുഴുവൻ മാർക്ക് നമുക്ക് സാഹിത്യത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. എന്താണ് പഠിക്കേണ്ടത്? ആദ്യം തന്നെ സിലബസിൽ പറയുന്നുണ്ട് സാഹിത്യ പ്രസ്ഥാനം, വിവിധ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആ സാഹിത്യ പ്രസ്ഥാനങ്ങളിലെ കവികൾ, അതുപോലെ അവരുടെ കൃതികൾ, അതിൻ്റെ പ്രത്യേകത, ഇതൊക്കെ ചോദിക്കുന്നതാണ് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന സാഹിത്യ പ്രസ്ഥാനം. ഇനി ഈ സാഹിത്യ പ്രസ്ഥാനം എന്താണെന്ന് പോലും നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. കാരണം നിങ്ങളൊക്കെ ചിലപ്പോൾ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായിരിക്കും, അതുപോലെ തന്നെ സയൻസ്, മാത്സ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പഠിച്ചിട്ട് വന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹിത്യം പഠിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. കാരണം നമുക്കുള്ളത് സാധാരണ ഒരു പരീക്ഷയിൽ വൊക്കാബുലറിയാണ് മലയാളത്തിലുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സാഹിത്യമായിട്ട് വലിയ പരിചയമൊന്നും നിങ്ങൾക്കുണ്ടായിരിക്കില്ല. സാഹിത്യ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പാട്ട് സാഹിത്യം മുതൽ മണിപ്രവാളം, നിരണം കൃതികൾ, അച്ചീചരിതങ്ങൾ, സന്ദേശകാവ്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതും അങ്ങോട്ട് കാടടച്ചുള്ളൊരു പഠനമൊന്നും വേണ്ട, എന്നാൽ പഴുതടച്ച് പഠിക്കുകയും വേണം. ഇനി എന്താണ് ഈ സാഹിത്യ പ്രസ്ഥാനത്തിലെ കൃതികളെന്ന് പറയുമ്പോൾ കൂടുതലും PSCയുടെ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതേ ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ ഒന്നുകിൽ നവോത്ഥാന നായകന്മാരുടെ കൃതികൾ, അല്ലെങ്കിൽ പ്രാചീന വ്യാകരണ ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചട്ടമ്പി സ്വാമിയുടെ പ്രാചീന മലയാളമൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന മലയാളം രചിച്ചത് ആരെന്നുള്ളത്. ഇനി ഇതിൽ കൺഫ്യൂഷൻ തന്നെ നമുക്ക് വരും. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പ്രാചീന മലയാളം പോലെ തന്നെ പ്രാചീന മലയാള സാഹിത്യ ചരിത്രമുണ്ട്, അതുപോലെ തന്നെ പ്രാചീന ഗദ്യ മാതൃകകൾ എന്ന പേരിലുണ്ട്. ഇങ്ങനെ പലരുടെയും കൃതികൾ നമ്മളൊന്ന് തരംതിരിച്ച് പഠിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പം നമുക്കറിയാം മലയാണ്മയുടെ വ്യാകരണം എന്ന് പറഞ്ഞ് ജോർജ് മാത്തൻ്റെ കൃതികൾ, ഹെർമൻ ഗുണ്ടർട്ട്, അർണോസ് പാതിരി, ക്ലെമൻ്റ് പിയാനിയസ്, ഇവരെയൊക്കെ ഒന്ന് നമ്മൾ എടുക്കണം. ഇവരാണ് പ്രാചീന കൃതികളൊക്കെ രചിച്ചിരിക്കുന്നത്. പ്രാചീന കൃതികൾ കണ്ടെടുത്ത് പ്രസിദ്ധപ്പെടുത്തിയവരുണ്ട്. ഉള്ളൂരിനെ കുറിച്ച് നമുക്കറിയാവുന്നത് ഉള്ളൂരിൻ്റെ ചില കവിതകളാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ചണ്ടാലഭിക്ഷുകി, ദുരവസ്ഥ, അതുപോലെ തന്നെ നളിനി, അല്ലേ, കരുണ, ഇത്രയും പഠിക്കുമ്പോൾ ഉള്ളൂർ തീർന്നു. പക്ഷേ നോക്കൂ, ഒരു കവി എന്നതിലപ്പുറം പ്രശസ്തനായ ഒരു സാഹിത്യ ചരിത്ര ഗവേഷകൻ കൂടിയാണ് ഉള്ളൂരിൻ്റേത്. ഉള്ളൂരിൻ്റെയാണ് കേരള സാഹിത്യ ചരിത്രം, പ്രാചീന മലയാള മാതൃകകൾ, ആദ്യത്തെ കൃതിയായ രാമചരിതമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ 30 പടലങ്ങൾ കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ഉള്ളൂരാണ്, പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ. അപ്പോൾ ഉള്ളൂർ തന്നിട്ട് മാച്ച് ചെയ്യാൻ ചോദിക്കുന്നത് പ്രാചീന മലയാള മാതൃകകളോ കേരള സാഹിത്യ ചരിത്രമോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. കേരള സാഹിത്യ ചരിത്രം വരുവാണെങ്കിൽ ഉള്ളൂരാണെന്നും, അതുപോലെ തന്നെ പ്രാചീന മലയാള മാതൃകകൾ വന്നാലും ഉള്ളൂരാണ്. ഇത്തരത്തിൽ സാഹിത്യ പ്രസ്ഥാന, സാഹിത്യ കൃതികൾ എന്ന നിലയിൽ നിന്നുകൊണ്ട് വളരെ പഴമയിലേക്ക് പോയി നിന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ പിന്നെയുള്ളത് കൃതികൾ കർത്താക്കളാണ്. അത് പ്രാചീന സാഹിത്യം വരാം, മധ്യകാല സാഹിത്യം വരാം, ആധുനിക സാഹിത്യവും വരാം. ഈവൻ നമ്മുടെ SCERT ടെക്സ്റ്റുകളെ ബേസ് ചെയ്തും വരാം. ഇപ്പോൾ കടമ്പനിട്ട രാമകൃഷ്ണൻ അല്ലേ, സൂര്യശില എന്ന പേരിലൊരു കവിത രചിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുമുണ്ട് സൂര്യശില. ദ സൺസ്റ്റോൺ എന്ന വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ പ്രശസ്ത
വ്യത്യസ്തമായ ഒരു ചിത്രത്തെ ആസ്പദമാക്കി രചിച്ചതാണ് എന്ത്, ഈ പറഞ്ഞ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രമല്ല അത് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ അല്ല, വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഒരു പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രമുണ്ട്. അതിനെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന പേരിൽ പിന്നെ കഥയാക്കിയിട്ടുണ്ട് സുഭാഷ് ചന്ദ്രൻ. അതും കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഇത്തരത്തിൽ SCERT ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ചേർന്ന് വരും, പഠിക്കാനൊക്കെ ആയിട്ട് ചേർന്ന് വരും. SCERT ബേസ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മളെ പിന്നെ ഉണ്ണികൃഷ്ണൻ പുതൂർ വരും, കടമ്മനിട്ട വരും, വൈക്കം മുഹമ്മദ് ബഷീർ വരും, MT വാസുദേവൻ നായർ വരും. അങ്ങനെ മധ്യകാലത്തിൽ നിന്നും ആധുനികതയിൽ നിന്നുകൊണ്ടൊക്കെയുള്ള സുഭാഷ് ചന്ദ്രനെ പോലുള്ള ആധുനിക എഴുത്തുകാർ, റഫീഖ് അഹമ്മദിൻ്റെ കവിത പോലും കഴിഞ്ഞ HSA പാർട്ട് ടൈമിനോ മറ്റോ ചോദിച്ചിരുന്നു. നമുക്കറിയാം സ്പിരിറ്റ് സിനിമയിലൊരു കവിതയുണ്ടല്ലേ, ഏതാണ്, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ. ഇത് നമ്മുടെ ധാരണയിൽ ഇതൊരു എന്താണ് സിനിമ പാട്ട് മാത്രമാണ്. പക്ഷേ റഫീഖ് അഹമ്മദിൻ്റെ അതിമനോഹരമായൊരു കവിതയിലെ വരികളാണ് ഈ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ റഫീഖ് അഹമ്മദിനെ എന്തേലും SCERT പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു വിശാലമായ പഠനം ഈ കൃതികർത്താക്കളിൽ വേണ്ടിവരും. പിന്നെയുള്ളത് എളുപ്പം, താരതമ്യേന എളുപ്പമുള്ള അപരനാമങ്ങളാണ് അല്ലേ. ചില അപരനാമങ്ങളിട്ട് നമ്മൾ വിളിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരള വാൽമീകി എന്ന് വിളിക്കുന്നത് വള്ളത്തോളിനെയാണ്, കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനെയാണ്, അതുപോലെ കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയാണ്. ഇതൊക്കെ അപരനാമങ്ങളാണ്, ഇവരുടെ തൂലികാ നാമങ്ങളല്ല. ഇനി ഇവിടെ പതിയിരിക്കുന്ന ചെറിയൊരു അപകടം കൂടിയുണ്ട്. ഇങ്ങനെ ഇവരെ വിളിച്ചതാര് എന്ന് ചോദിക്കും. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചതാര്, ആവർത്തിക്കുന്ന PSC ചോദ്യമാണ്. അത് ജോസഫ് മുണ്ടശ്ശേരിയാണ് അങ്ങനെ വിളിച്ചത്. ഇനി കഴിഞ്ഞ വർഷം 2024 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണ കിളി എന്ന് വള്ളത്തോളിനെ വിളിച്ചതാര്. നമ്മൾ ചിലപ്പോൾ ആ ഏരിയ മാത്രമേ നോക്കൂ അല്ലേ. ബന്ധനസ്ഥനായ അനിരുദ്ധനൊക്കെ മുൻനിർത്തി നമ്മളിങ്ങനെ ഓർത്തു പോകും. എന്താണ്, സാഹിത്യ മഞ്ചരിയൊക്കെ ഓർത്തിട്ട് നമ്മൾ പോകും. കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച് പഞ്ചവർണ്ണക്കിളി ആര്, വള്ളത്തോൾ. പക്ഷെ വള്ളത്തോളിനെ അങ്ങനെ വിളിച്ചതാരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഡോക്ടർ M ലീലാവതിയാണ്. മലയാള നിരൂപണത്തിൻ്റെ മാതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ M ലീലാവതിയാണ്. അതൊരു അപരനാമമാണ്. അതായത് മലയാള നിരൂപണത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നത് ഡോക്ടർ M ലീലാവതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനി നമുക്കെല്ലാം അറിയാവുന്ന ഒന്നാണല്ലേ, കാച്ചിക്കുറിക്ക കവിതകളുടെ കർത്താവ് എന്ന് വിളിക്കുന്നത് ആരെയെന്ന്, വൈലോപ്പിള്ളി. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ എന്നൊക്കെയുള്ള വരികൾ എഴുതിയ ആ വൈലോപ്പിള്ളിയാണ് നമ്മൾ കാച്ചിക്കുറിക്ക കവിതകളുടെ കർത്താവെന്ന് വിളിക്കുന്നത്. ഇനി വൈലോപ്പിള്ളിയെ ഇങ്ങനെ വിളിച്ചതാരെ എന്ന് ചോദിച്ചാൽ കുടുങ്ങിയില്ലേ നമ്മൾ, പ്രൊഫസർ MN വിജയനാണ്. ഇതൊക്കെ കോഡ് വെച്ചാണ് മിക്കവാറും ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത്. വിജയൻ പാല് കാച്ചിക്കുറിക്കി, വിജയൻ പാല് കാച്ചിക്കുറിക്കി, അതായത് കാച്ചിക്കുറിക്ക കവിതകൾ എന്നുള്ള അർത്ഥത്തിൽ വിജയൻ, പ്രൊഫസർ MN വിജയൻ അങ്ങനെ വിളിച്ചു എന്നുള്ളത്. അങ്ങനെ വിളിക്കുന്നവരുടെ കാര്യം കൂടി നമ്മൾ അറിയണം. അപ്പോൾ കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കരെയാണ്, നിരണത്ത് രാമപ്പണിക്കരെ. അതൊക്കെ ആക്കും നമ്മൾ. പക്ഷെ അങ്ങനെ വിളിച്ചതാര് എന്ന് ചോദിച്ചാൽ ഉള്ളൂരാണ് അങ്ങനെ വിളിച്ചത്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കേണ്ട അപരനാമങ്ങൾ. ഇനി വ്യക്തികളെക്കുറിച്ച് മാത്രമല്ല, കൃതികളെക്കുറിച്ചും ചില അപരനാമങ്ങളൊക്കെ വരും. ഭാഷയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന കവിത ഏത്, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർത്തുള്ളികളാണ്. ഇനി ഈ കണ്ണുനീർത്തുള്ളി എന്ന കവിതയെ ഭാഷയിലെ താജ്മഹൽ എന്ന് വിളിച്ചതാര് എന്ന ചോദ്യം ചോദിച്ചാൽ സഞ്ജയനാണ്, MR നായർ, സഞ്ജയൻ. അപ്പോൾ ഇത്തരത്തിൽ അപരനാമങ്ങൾ. എന്നാലും ഒന്ന് നമുക്ക് സംക്ഷിപ്ത രൂപത്തിലൊരു നോട്ട് തയ്യാറാക്കി പഠിച്ചെടുത്ത് വരാവുന്ന ചോദ്യങ്ങളെ ഇൻസൈറ്റോടുകൂടി കണ്ടുകൊണ്ട് ഫുൾ മാർക്ക് ആ ഏരിയയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയുള്ളത് തൂലികാനാമമാണ്. അത് തൂലികാനാമം അങ്ങ് പഠിച്ചു പോകാൻ പറ്റും നമുക്ക്. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്, C ഗോവിന്ദ പിഷാരടി. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്, VV അയ്യപ്പൻ. അപ്പോൾ മക്കളൊക്കെ അയ്യപ്പൻ എന്ന് പഠിച്ചിട്ട് പോകും. അവിടെ ചെല്ലുമ്പം അയ്യപ്പ പണിക്കരുണ്ട്, അയ്യപ്പനുണ്ട്, VV അയ്യപ്പനുണ്ട്. അത് മറന്നു പോകണ്ട. ഇപ്പോൾ കോവിലൻ, നമ്മൾ കോവിലിൽ പോയി തൊഴൂലേ, തൊഴുന്നത് അയ്യപ്പനെയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ അല്ലേ. ഇനി അയ്യപ്പൻ്റെ ഇനിഷ്യൽ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്, അയ്യപ്പ എനിക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സഹായിക്കണേ. അപ്പോൾ അയ്യപ്പൻ എന്താ പറയുക, ഇങ്ങനെ കാണിക്കും, നിങ്ങളെ നോക്കി, V ഫോർ വിക്ടറി. അപ്പോൾ VV അയ്യപ്പൻ, കോവിലൻ. അങ്ങനൊരു കോഡ് മനസ്സിലൊക്കെ കരുതിയിരുന്നാൽ മറക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താണ്, തൂലികാനാമമല്ല അപരനാമം എന്ന വിഭാഗത്തിലൊക്കെ വരുന്നത്. ഈ അപരനാമത്തിൽ അറിയുന്നതും തൂലികാനാമത്തിൽ അറിയുന്നതും ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. പിന്നെയുള്ളത് ഇപ്പോൾ കേരള മോപ്പസാങ്. അതൊരു അപരനാമമാണ്, പക്ഷെ എപ്പോഴും PSC ചോദിക്കും, കുട്ടികൾ മറന്നു പോകും. മോപ്പസാങ്
അത് മോപ്പ്, തറ തുടയ്ക്കാനല്ലേ മോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തകഴി എവിടെയുള്ളതാണ്, ഏത് ജില്ലയിലുള്ളതാണ്? കുട്ടനാട്, ആലപ്പുഴ അല്ലേ. അവിടെ എപ്പോഴും വെള്ളം കയറുമല്ലോ. വെള്ളം കയറുമ്പോൾ നമ്മൾ മോപ്പ് വെച്ച് തുടയ്ക്കും. തകഴി അല്ലേ, തകഴി ഓർത്ത് വെക്കുക. തകഴി ഓർക്കാൻ വേറൊരു കൂടിയുണ്ട്, ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി അല്ലേ. മോപ്പ് വെച്ച് തുടയ്ക്കും. കുട്ടനാട് വെള്ളം കയറുന്നു, അപ്പോൾ കേരള മോപ്പ സാങ് തകഴി. ഇതൊരൊറ്റ രീതിയിലൊക്കെ അങ്ങ് ഓർത്തിരുന്നു, പിന്നെ നമ്മൾ മറക്കുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് തൂലികാനാമവും അപരനാമവും. എപ്പോഴും കോഡ് വെച്ച് തന്നെ പഠിക്കണം, കാരണം ഒരുപാടുണ്ട്. ഇത് വെറുതെ വായിച്ചു പോയാൽ നമ്മുടെ മെമ്മറി അല്ലേ, ഷോർട്ടാണ് നമ്മളെ മെമ്മറി, പെട്ടെന്ന് അങ്ങ് മറന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു കിടിലം സെറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു കോഡ് സെറ്റ് നമുക്ക് തയ്യാറാക്കിയിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപരനാമവും തൂലികാനാമവും വിശേഷണവും ആ ഒരു കാറ്റഗറിയിൽ. ഇനി വരികളും ആവർത്തിച്ച് പലപ്പോഴും വരും. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളായിരിക്കും പലപ്പോഴും വരുന്നത് അല്ലേ. അതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം കപടലോകത്തിൽ ആത്മാർത്ഥമാമൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം, ചങ്ങമ്പുഴയാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഇതേ വരികളെ കുഞ്ഞുണ്ണി മാഷ് ഒന്ന് ട്രോളിയിട്ടുണ്ട്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം. അങ്ങനെ വരുമ്പോൾ അത് കുഞ്ഞുണ്ണി മാഷ്. ഇത്തരത്തിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ. പിന്നെ കുമാരനാശൻ 2024 ചോദിച്ചിരുന്നു, തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. ആരുടെ വരികളെന്നല്ല, ഏത് കൃതിയിലെ വരികൾ. അപ്പോൾ വരികൾ എന്ന് പറഞ്ഞ PSC സിലബസിൽ തന്നിരിക്കുന്ന ആ ഭാഗം ശ്രദ്ധിക്കണം. ചില വരികളൊക്കെ തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ ചൊല്ലിയ ഈ വരികൾ എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ തന്നെ ഏതാണ്, നളിനിയിലെ വരികളാണ്. നളിനി, ദിവാകരൻ കഥാപാത്രങ്ങളിലേക്ക് അങ്ങനെയാണ് അങ്ങ് കടന്നു പോകുന്നത്. അപ്പോൾ വരികൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ വരികളിലേക്ക് വരുമ്പോൾ പിന്നെ ഉള്ളൂരൊക്കെ പ്രധാനമാണ്. നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ, പ്രേമസംഗീതത്തിലെ വരികൾ. അപ്പോൾ ഇത്തരത്തിലെ വരികളിലൂടെ പോയി കഥാപാത്രങ്ങളിലേക്കൊക്കെ എത്തുമ്പം ഓർത്തു വയ്ക്കണം. ഇപ്പോൾ വാസവദത്തയും ഉപഗുപ്തനും കഥാപാത്രമാകുന്നത് കുമാരനാശൻ്റെ കരുണയിലാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ നളിനിയും ദിവാകരനും ആകുമ്പോൾ നളിനിയിലെ കഥാപാത്രമാണ്. ഇനി ചങ്ങമ്പുഴയുടെ രമണനിലേക്ക് വരുമ്പോൾ രമണനും ചന്ദ്രികയുമുണ്ട്, പിന്നെ മദനനും ഉണ്ട്. അതിനകത്ത് മദനനും ഭാനുമതിയും ഈ രമണൻ്റെയും ചന്ദ്രികയുടെയും ഫ്രണ്ട്സായിട്ട് വരുന്നുണ്ട്, കൂട്ടുകാരായിട്ടൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ കഥാപാത്രങ്ങൾ കൃതികൾ ധർമ്മരാജ, രാമരാജ ബഹദൂർ, മാർത്താണ്ഡവർമ്മ തുടങ്ങിയ പിന്നെ CV രാമൻ പിള്ളയുടെ ചരിത്രാഖ്യായികകൾ, പിന്നെ SK പൊറ്റക്കാടിൻ്റെ വിവിധ നോവലുകളായ ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ തുടങ്ങിയൊക്കെ കൃതികൾ. ഇതിനകത്ത് ഒക്കെയുള്ള കഥാപാത്രങ്ങളെ കൂടി നോക്കി വയ്ക്കേണ്ടതുണ്ട് നമ്മൾ. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അവാർഡുകളാണ്. അത് ഈ 2025 പത്മവിഭൂഷൺ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത് അല്ലേ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, ജ്ഞാനപീഠ ജേതാക്കൾ, അവരെ സംബന്ധിക്കുന്ന അനുബന്ധ വസ്തുതകൾ, ഇതൊക്കെ നമ്മൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് കറണ്ട് അഫെയറിൽ കൂടി നമുക്ക് ഉപയോഗിക്കാം. അവാർഡുകളൊക്കെ. അപ്പോൾ ആ അവാർഡുകൾ, പുരസ്കാരങ്ങൾ, ആ ഒരു മേഖലയും നമ്മളൊന്ന് നന്നായിട്ട് നോക്കേണ്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ കഥാപാത്രങ്ങളായി, കൃതിയായി, കൃതി കർത്താവായി, അപരനാമങ്ങളായി, തൂലികാനാമമായി, വിശേഷണങ്ങളായി, അങ്ങനെ വിശേഷിപ്പിച്ചതാരെ, പഴമയിലേക്ക് പോയി വ്യാകരണ കൃതികൾ വരെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഹോർത്തോസ് മലബാറിക്കസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഹോർത്തോസ് മലബാറിക്കസ് അറിയാമല്ലോ, ഹെൻറി വാൻഡേഡ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കുറേ കൃതികൾ ഇങ്ങനെ നമ്മൾ നോക്കി പോകേണ്ടതുണ്ട്. പിന്നെ ലീലാതിലകമൊക്കെ ആണെങ്കിൽ അജ്ഞാത കർത്തൃകമാണ്. അതും ചിലപ്പോൾ നമ്മളെ തന്നു പറ്റിക്കും. അജ്ഞാത കർത്തൃകമായ ഉണ്ണിനീലി സന്ദേശം അജ്ഞാത കർത്തൃകമാണ്, പക്ഷെ അത് ആര് എന്നൊക്കെ ചോദിച്ച് നമ്മളെ പറ്റിക്കാൻ നിൽക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെയും ഒന്ന് വായിച്ചു വെക്കേണ്ടതുണ്ട്. കൃതികർത്താവ്, പിന്നെ അപരനാമം, തൂലികാനാമം, വിശേഷണം, പ്രധാനപ്പെട്ട വരികൾ അല്ലേ, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, പുരസ്കാരങ്ങൾ. ഇനിയുള്ളത് മലയാള പത്രപ്രവർത്തനമാണ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ വളർച്ച, പിന്നീട് ഇങ്ങോട്ട് ഓരോരോ പത്രങ്ങൾ. ഇനിയുള്ളത് ചില പ്രധാനപ്പെട്ട കൃതികൾ പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ അല്ലെങ്കിൽ മാസികകൾ എന്ന് പറഞ്ഞും ചോദിക്കും. അതൊക്കെ ഈ മാസികകൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1907 പ്രസിദ്ധീകരിച്ച കുമാരനാശാൻ്റെ വീണപ്പൂവ്. ഈ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മിതവാദി പത്രത്തിലാണ്. മലയാളത്തിലെ ആദ്യ ചെറുകഥയെന്നറിയപ്പെടുന്ന വാസനാവികൃതി പ്രസിദ്ധീകരിച്ച
പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനിയിലാണ്. വിദ്യാവിലാസിനി ആയി പോകരുത്, വിനോദത്തിന് വേണ്ടി ഉള്ള ചെറുകഥ എന്നോ മറ്റോ വായിച്ചു വെക്കണേ, വിനോദത്തിനുള്ള ചെറുകഥയെന്നോ മറ്റോ വായിച്ചു വയ്ക്കുക. അപ്പോൾ വിദ്യാവിനോദിനിയിലാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി പ്രസിദ്ധീകരിക്കുന്നത്. മലയാളത്തിൽ ആദ്യമുണ്ടായ ഖണ്ഡകാവ്യം ചോദിച്ചാൽ ഏതാണ്? കുമാരനാശാൻ്റെ വീണപൂവാണ്. പക്ഷേ ആദ്യമായിട്ടുണ്ടായ ആത്മനിഷ്ഠ ഖണ്ഡകാവ്യം ഏത് എന്ന് ചോദിച്ചാൽ അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്, AR രാജരാജവർമ്മയുടെ മലയവിലാസമാണ്. അപ്പോൾ ആദ്യം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആ ആദ്യം വരുന്ന കഥ, ആദ്യം വരുന്ന കവിത, അല്ലെങ്കിൽ ആദ്യം വരുന്ന ഖണ്ഡകാവ്യങ്ങൾ, ഇതെല്ലാം ഒന്ന് നോക്കി വയ്ക്കേണ്ടതുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ആദ്യ നാടകം, രാഷ്ട്രീയ നാടകം ദാമോദരൻ്റെ പാട്ടബാക്കി, അപ്പോൾ ഇങ്ങനെയുള്ള ആദ്യ കൃതികൾ കൂടി. ഇപ്പം മലയാളത്തിൽ ആദ്യ സൈബർ നോവൽ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യും M. മുകുന്ദൻ്റെ നൃത്തമാണ്. ഇനി മലയാളത്തിൽ ആദ്യ സൈബർ കഥ ചോദിച്ചാൽ മാറിപ്പോകരുത്, അത് സേതുവിൻ്റെ തിങ്കളാഴ്ചകളിലെ ആകാശമാണ്. ആദ്യ ഓഡിയോ നോവൽ ചോദിച്ചാലോ അത് പോൾ സക്കറിയയുടെ ഇതാണ് എൻ്റെ പേരാണ്. അപ്പോൾ ഇത്തരത്തിൽ വിശദമായ ഒരു പഠനം ഈ കൃതികർത്താവിൽ നിന്നും ആദ്യം ഉണ്ടായത് എന്നുള്ള ലെവലിൽ നിന്നൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. നവോത്ഥാന നായകന്മാരായ ചട്ടമ്പി സ്വാമികൾ ഞാൻ പറഞ്ഞു, പിന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി, ഇവരെക്കുറിച്ചും പിന്നെ പണ്ഡിറ്റ് KP കറുപ്പൻ, അതുപോലെ നമ്മുടെ അയ്യങ്കാളി, ഇവരുടെയൊക്കെ കൃതികൾ, അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ചില സാഹിത്യ പ്രസ്താവനകൾ, അവരുടെ പ്രധാനപ്പെട്ട വാക്കുകൾ ഒക്കെ നമ്മൾ സാഹിത്യത്തിലൊന്ന് നോക്കി വയ്ക്കണം. ലാസ്റ്റ് സിനിമയാണ്. മലയാള സിനിമയുടെ ആവിർഭാവം, വളർച്ച, ദേശീയ പുരസ്കാരം കിട്ടിയ മലയാള സിനിമകൾ, അതുകൂടി നോക്കുമ്പോഴാണ് സാഹിത്യം എന്ന വിഭാഗത്തിൽ ഫുൾ മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. സൈലം PSCയുടെ വിവിധ ക്ലാസ്സുകളിൽ, അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും യൂണിഫോം പോസ്റ്റ് ആയാലും, ഇപ്പോൾ തന്നെ നമ്മൾ പല ക്രാഷ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൊക്കെയും സാഹിത്യം ഒരു പ്രധാന ടോപ്പിക്കായി എടുത്തുകൊണ്ട് തന്നെ ഏറ്റവും കൺക്ലൂഡഡ് ആയിട്ടുള്ള നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കത് ആ ഒരു നോട്ട് മാത്രം വെച്ച് തന്നെ സാഹിത്യത്തിലെ ഫുൾ മാർക്കും സെറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അറിയാമല്ലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മെയിൻസിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫസ്റ്റ് പേപ്പറിൽ തന്നെ ഏകദേശം 10 മാർക്കോളമാണ് ഈ വിഭാഗത്തിൽ കിട്ടുന്നത്. കലാ, സംസ്കാരം, സാഹിത്യം, കായികം വിഭാഗത്തിൽ. ഒരു മാർക്ക് പോലും പാഴാക്കാനില്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച്, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു 30 ഡേയ്സ് കൊണ്ട് ഈ ഒരു സെക്ഷൻ ഫുൾ പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ സാഹിത്യം ഇഷ്ടപ്പെട്ടങ്ങ് പഠിക്കണം. നമ്മുടെ കവിതകളാണ്, നമ്മുടെ പ്രാചീന വ്യാകരണ ഗ്രന്ഥങ്ങളാണ്, നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് മലയാളം. അപ്പോൾ ആ മലയാളത്തിലുണ്ടായ ഓരോ അറിവുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുക. കവിത മനസ്സിനെ എപ്പോഴും നമുക്ക് ലോലമാക്കും. ഇക്വേഷൻസും പിന്നെ ഡെറിവേഷൻസും ഒക്കെ പഠിച്ചിട്ട് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് കലയും കവിതയും സാഹിത്യവും എപ്പോഴും മനസ്സിനെ കുറച്ചുകൂടി തരളിതമാക്കി പഠിക്കാനും മനസ്സിനൊരു സമാധാനം നൽകി പഠിക്കാനും, അതുകൊണ്ട് തന്നെ അതിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് പ്രധാനപ്പെട്ട സാഹിത്യം, കലാ, സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്, കോഡ് വെച്ചുകൊണ്ട് സൈലം PSCയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, ടാറ്റാ.